ഹലോ എവ്രി വൺ. ഇന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എസ്തേർ സ്ത്രീ ധീരതയുടെ മാതൃകയാകുന്നു എങ്ങനെ? രാജ്ഞി പദവിയിൽ ഇരുന്നുകൊണ്ട് സ്വന്തം ജനത്തെ വിടുവിക്കുവാനുള്ള ദൗത്യം ആഴമേറിയ വിശ്വാസത്തോടും സ്വന്തം ജീവനേക്കാൾ ഉപരിയായ കരുതലോടും കൂടി വിവേകപൂർണമായി നിറവേറ്റിയതുവഴി അവൾ സ്ത്രീ ധീരതയുടെ മാതൃകയാവുന്നു. ഒന്ന്, അവളുടെ രാജ്ഞി പദവി അവൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ജീവനെ ദൃഢവത്കരിച്ചുകൊണ്ട് വിവേകത്തോടും കരുതലോടും കൂടി തൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് വഴിയായി അവൾ ധീരതയുടെ മാതൃകയാകുന്നു. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കാൻ എസ്തേറിനെ തിരഞ്ഞെടുത്തു. എന്തെന്നാൽ അവൾ തൻ്റെ ജീവൻ പണയപ്പെടുത്താൻ തയ്യാറായി എന്ന് എഴുതിയത് സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ്. പുതിയ യൂതിത്താര് എസ്തേർ. മൊർദെഖായിയുടെ രട്ട് എന്തിൻ്റെ പ്രതീകമാണ്? ലോകത്തിൻ്റെ അഹങ്കാരത്തെ തള്ളിപ്പറയുന്നതിൻ്റെ പ്രതീകമാണ് മൊർദെഖായിയുടെ രട്ട്. മൊർദെഖായിയുടെ വാക്കിൻ്റെ ശക്തി. എസ്തേറിൻ്റെ ഭയാശങ്ങൾ നീക്കി അവളെ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ രാജ്ഞി പദവിയിൽ എത്തിയിരിക്കുന്നത് ഈ സമയത്താണ്, നീ പ്രവർത്തിക്കേണ്ടത്, അതിനായിട്ടാണ് നിനക്ക് ഈ പദവിയിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവം എന്നുള്ള ധൈര്യപ്പെടുത്തൽ നൽകിക്കൊണ്ട് തൻ്റെ ജീവനെ സ്വന്തം ജനത്തിനു വേണ്ടി അവഗണിച്ചുകൊണ്ട് സ്വന്തം ജനത്തിനു വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്ന ഒരു മനസ്സിന് അവൾക്ക് ബലം നൽകിക്കൊണ്ട് അത്രയും ശക്തിയുള്ളതായി യഹൂദരെ എല്ലാം ഒരുമിച്ച് നിർത്തുവാനും പ്രതികരിക്കുവാനും അവരെ ഒരുക്കുന്നതിന് മൊർദെഖായിയുടെ വാക്ക് അത്രമേൽ ശക്തിയുള്ളതായിരുന്നു. യാക്കോബ് ശ്ലീഹായുടെ പുസ്തകം 3-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാവിൻ്റെയും വാക്കിൻ്റെയും ശക്തിയും നാവ് നമുക്കുണ്ടാക്കാവുന്ന ദോഷങ്ങളും നാവിൻ്റെ ബലം എന്തുവാണെന്നും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യനോട് മെരുങ്ങിയിരിക്കുന്നു. എന്നാൽ നാവിനെയോ മനുഷ്യർക്ക് മെരുക്കാവുന്നതല്ല. അത് അടങ്ങാത്ത ദോഷം, മരണകാരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഇതാണ് നാവിനെ കുറിച്ച് ഉള്ള യാക്കോബ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതും കൂടെ കോട്ട് ചെയ്തുകൊണ്ട് മൊർദെഖായിയുടെ വാക്കിൻ്റെ ശക്തി എന്നുള്ള ആൻസർ നമുക്ക് എഴുതാൻ സാധിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.